അങ്ങനെ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പുതിയ പരീക്ഷ ഇപ്പോഴാ വരാനായിട്ട് പോവുകയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, കേരള PSC അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലൂടെ നമ്മൾ അറിയിച്ച ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയാണ്? നോട്ടിഫിക്കേഷൻ എന്ന് വരും, എക്സാമിനേഷൻ എന്നുണ്ടാവും, റാങ്ക് ലിസ്റ്റ് എന്ന് വരും, എക്സാമിനേഷൻ പാറ്റേൺ പ്രിലിംസിലും മെയിൻസിലും എത്ര മാർക്കാണ് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലും നോട്ടിഫിക്കേഷനും വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. KS പരീക്ഷ എഴുതാൻ പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ KAS എന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടില്ല. എത്ര പേര് ഇതിനു വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നു നമുക്കൊന്ന് കമന്റ് ബോക്സിലൂടെ അറിയാം. ഓക്കെ, അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഞാനും ത്രില്ലായിട്ടിരിക്കുകയാണ്. കാര്യം നമ്മൾ ഈ പറയുന്ന KSന്റെ എക്സാം ഇങ്ങനെ വരും എന്ന് പറയുന്നതല്ലാതെ അതിന്റെ അറിവൊന്നും ഇല്ലായിരുന്നു അല്ലെ. പക്ഷെ നിലവിലിതാ വന്നിട്ടുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ KSന്റെ 2025 വിജ്ഞാപനം മാർച്ച് 7 വരാനായിട്ട് പോവുകയാണ്. 2026 ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്നും കേരള PSC ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണിത്. നമ്മുടെ KSന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ KS എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിലവിൽ നമ്മുടെ കേരള PSCയിലുണ്ട്. അപ്പൊ നമുക്ക് ഈ എക്സാമിനേഷന്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തെരഞ്ഞെടുപ്പിനായിട്ട് 2025 മാർച്ച് 17 വിജ്ഞാപനം വരും. അപ്പൊ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് 2025 മാർച്ച് 7 അതുപോലെ തന്നെ പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി 2026 ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇതിന് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇതിന്റെ മാർക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നോക്കുക, KS തിരഞ്ഞെടുപ്പിനായിട്ട് ഒറ്റഘട്ടമായിട്ട് 100 മാർക്ക് വീതമുള്ള 2 പേപ്പർ അടങ്ങിയ പ്രാഥമിക പരീക്ഷ 2025 ജൂൺ 14 നടക്കും. കേട്ടോ, സമയമില്ല, എത്തിപ്പോയി. 2025 ജൂൺ 14 എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫെബ്രുവരി കഴിഞ്ഞു അല്ലെ. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 14 4 മാസം മാത്രമാണ് മുന്നിലുള്ളത്. 4 മാസം അടുപ്പിച്ചൊരു 3 മാസം നോക്കിയാൽ മതി അല്ലെ. 3 മാസം 90 ദിവസം മാത്രമാണ് മുന്നിലുള്ളത്. ജൂൺ 14 എന്ത് ചെയ്യും, പ്രാഥമിക പരീക്ഷ നടക്കുമെന്നാണ് പറയുന്നത്. 100 മാർക്ക് വീതമുള്ള 2 പരീക്ഷയാണ് പ്രിലിംസിന് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 100 മാർക്ക് വീതമുള്ള 3 പേപ്പർ അടങ്ങുന്ന അന്തിമ വിവരണാത്മക പരീക്ഷ 2025 ഒക്ടോബർ 17-18 തീയതികളിലായിട്ട് നടത്തും. എന്ന് വെച്ചാല് മെയിൻസ് പരീക്ഷയില് 3 പേപ്പറാണ്. ഓരോ പേപ്പറിന് 100 മാർക്ക് വെച്ച് 3 പേപ്പർ. ദാറ്റ് മീൻസ് 300 മാർക്ക്. പ്രിലിംസ് 200 മാർക്കിനും മെയിൻസ് 300 മാർക്കിനുമാണ് KSന്റെ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. മൊത്തത്തില് KS എക്സാം എന്ന് പറയുന്നപ്പോ എഴുത്ത് പരീക്ഷ മാത്രമായിട്ട് 500 മാർക്കിനാണ് എന്ന് പറയുമ്പോൾ 200 മാർക്കിന്റെ പ്രിലിംസ്, 300 മാർക്കിന്റെ മെയിൻസ്. ആ ഒരു രീതിയിലായിരിക്കും എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. പ്രിലിംസ് ജൂൺ 14 നടക്കുന്നു അല്ലെ. ഒന്നുകൂടി പറയാണ്, മാർച്ച് 7 നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ ജൂൺ 14 പ്രിലിംസ് നടക്കും. മെയിൻസ് ഒക്ടോബറിന് നടക്കും. കേട്ടോ, ഒക്ടോബർ 17-18 തീയതികളിലായിട്ട് മെയിൻസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇന്റർവ്യൂവും കംപ്ലീറ്റ് ആയി ഫെബ്രുവരി 16 എന്ന് പറയുമ്പോൾ 2026 ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റ് കൂടി പ്രസിദ്ധീകരിക്കുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കേരള PSC പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും മുൻ സിലബസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ സിലബസ് അനുസരിച്ച് തന്നെയാണ് KSന്റെ ഇത്തവണത്തെയും എക്സാമിനേഷൻ വരാനായിട്ട് പോകുന്നത്. പ്രാഥമിക പരീക്ഷ അല്ലെങ്കിൽ പ്രിലിംസ് പരീക്ഷയും മെയിൻസ് പരീക്ഷയും നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാം. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലും ഉണ്ടാവും. ദാറ്റ് മീൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് കന്നഡയിലും തമിഴ് ഭാഷയിലും എന്ത് ചെയ്യാം, പരീക്ഷകൾ എഴുതാം. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ ഉത്തരം എഴുതാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ മുന്നിലുള്ളത് പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി മുന്നിലുള്ളത് ജൂൺ വരെയുള്ളൂ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച്, ഏപ്രിൽ, മെയ് അല്ലെ, 3 മാസം നമ്മുടെ പരീക്ഷ മുന്നിലുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം ഒക്ടോബർ എന്ന് പറയുമ്പോൾ ജൂൺ കഴിഞ്ഞ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ അല്ലെ, 3 മാസം മെയിൻസിന് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഒരു 6 മാസത്തെ പരിപാടിയാണ് ഈ പറയുന്ന KS. അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഈ KSന്റെ നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കഴിഞ്ഞ KSന്റെ സിലബസും നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ എത്തിച്ചത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ നിങ്ങൾ KS എഴുതാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ KS എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്കുക. അപ്പൊ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.